السلام عليكم حبيبي كابتن دبي. ഹലോ ഓൾ, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ദുബായിലെ മിറാക്കിൾ ഗാർഡന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ കാണുന്നതാണ് മിറാക്കിൾ ഗാർഡൻ. ഇപ്പം തന്നെ ഒരു 5:30 ഒക്കെ ആയിട്ടുള്ളൂ. ഫുള്ള് കുറേ വണ്ടികളുണ്ട്. ഇപ്പം തന്നെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. ഇത് ശരിക്കും ഒരു മിറാക്കിൾ തന്നെയാണ് തോന്നുന്നു. നമുക്ക് നോക്കാം. ഒരു അഡൽട്ടിന് 100 ദിർഹമാണ് ഇവിടെ എൻട്രൻസ് ഫീസ് വരുന്നത്. അതുപോലെ 3 to 12 ഇയേഴ്സ് ആണെങ്കിൽ 85 ദിർഹമാണ് ഞങ്ങൾക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ പാസ് ടൈം. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ തൊപ്പി, പിന്നെ ബലൂണ്, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടുത്തെ ബ്യൂട്ടി ഭയങ്കര സൂപ്പറാണ്. ഇത് ഹോഴ്സിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് അടിപൊളിയാണ് കാണാനായിട്ട്. കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഡാൻസ് ചെയ്യുന്ന കുറേ ഗേൾസ്, എല്ലാം ഫ്ലവേഴ്സാണ്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഷോപ്സ് പോലെയൊക്കെ ഉണ്ട്. ബലൂണുണ്ട്, പിന്നെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വാങ്ങിക്കണമെങ്കിലൊക്കെ. യൂറോപ്പിലൊക്കെ ഉള്ളൊരു ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളൊരു സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന പോലെയാണ്. കാരണം ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് ഇങ്ങനെ ഷോപ്സ് ആണ് ഓരോന്നായിട്ട്. അപ്പൊ കാണാൻ നല്ല ഭംഗിയാണ്. السلام عليكم حبيبي كابتن دبي. താങ്ക് യു. നമുക്കൊരു ടീ കപ്പിന്ന് ഇങ്ങനെ നമ്മൾ വെള്ളത്തിന് പകരം പൂ വയ്ക്കുന്ന പോലെ ഉള്ളൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൊള്ളാം. കളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ 25 ദിർഹംസ് ആണെന്ന് തോന്നുന്നു. 25 ദിർഹംസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗോൾഫ് കളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്.
ഇത് ശരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടമാണ്. വേൾഡ്സ് ലാർജസ്റ്റ് നാച്ചുറൽ ഫ്ലവർ ഗാർഡൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ പൂക്കളൊക്കെ സമ്മർ സീസണിൽ കരിഞ്ഞു പോകും. അപ്പോൾ ആ സമയത്ത് ടെമ്പററിലി ക്ലോസ്ഡ് ആയിരിക്കും. അത് ആലോചിക്കാൻ തന്നെ വയ്യ. ഇത്രയും ഭംഗിയുള്ള പൂക്കൾ കരിഞ്ഞു പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ അടിപൊളിയാണ്. അത് വിശ്വസിക്കാൻ വയ്യ, അത്രയും വലുതാണ്, അടിപൊളിയാണ്. എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ കുതിരയുടെ വലിയ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ആനയുടെ ഒരു ഷേപ്പിലാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തേക്കണേ. അത്ര ബ്യൂട്ടിഫുള്ളി ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ അപ്പുറത്തൊരു ഫ്ലൈറ്റിൻ്റെ അറ്റം പോലെയാണ് കാണുന്നത്. അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല നമ്മൾ. ഇവിടെ നമ്മൾ ഒരു ആനയാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ 2 ആനയുണ്ട്. പിന്നെ ഓരോ വിസ്മയങ്ങൾ തീർത്ത് വെച്ചേക്കണ കാണണമെങ്കിൽ ഇവിടെ ഒരു ക്ലോക്കിൻ്റെ ഡയൽ 1, 2, 3, 12 വരെ ശരിക്കും ഒരു ക്ലോക്കിൻ്റെ ഡയൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാനായിട്ട്. പിന്നെ വെയിലൊന്നും ഇല്ലാത്ത കാരണം നല്ല സുഖമാണ്. ഇത് ശരിക്കും ഒരു കണ്ണിനും മനസ്സിനൊക്കെ കുളിർന്ന വരുന്നൊരു സ്ഥലമാണ്. ഇത്രയും ഒരു വലിയ സ്ഥലം ഇതുപോലെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കണ്ട് എല്ലാം കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് നിൽക്കണമെങ്കിൽ നല്ല എഫേർട്ട് ഉണ്ടാവും. മിറക്കിൾ ഗാർഡൻ ഫുള്ള് ഇങ്ങനെ ഫ്ലവേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു ഏകദേശം ഒരു ഊഹമുള്ളതുകൊണ്ട് നമ്മളായാലും ഒരു ഫ്ലോറൽ ഒരു തീമാണ് ഫോളോ ചെയ്തത്. ഡ്രസ്സൊക്കെ ആയാലും ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഫ്ലവേഴ്സൊക്കെ ഉള്ള കോസ്റ്റ്യൂംസാണ് ഇട്ടേക്കണത് എല്ലാവരും. അപ്പം അതിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഫ്ലോറലാവും. ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അത് പലതരം ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് അടിപൊളിയാണ്. ഷേപ്പിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാൻ വേണ്ട. ഗ്രേസിന് ഭയങ്കര ഇഷ്ടമാണ് ടെഡി ബെയർ. അപ്പോൾ ടെഡി ബെയറിൻ്റെ പോലെ പൂക്കൾ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. ദുബായ് മിറക്കിൾ ഗാർഡൻ എങ്ങനെയാണ് മിറക്കിൾ ആവുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ ഇവിടുത്തെ ചെടികളുടെയും പൂക്കളുടെയും എണ്ണം ആലോചിച്ചാൽ മതി. ഇപ്പോൾ കണക്കുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 50 മില്യൺ പൂക്കൾ ഉണ്ട് ഇവിടെ. അതുപോലെ 250 മില്യൺ ചെടികളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 18 ഏക്കറിൽ പരന്ന് കിടക്കുന്ന മിറക്കിൾ ഗാർഡൻ തന്നെ വിളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് നാച്ചുറൽ ഒരു ഗാർഡനായിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ലൈറ്റ്സ് ഒക്കെ ഓണായി. അപ്പൊ നല്ല ഭംഗിയിലുണ്ട് ലൈറ്റ്.
സൈഡിൽ കുറെ കഫേസും ഷോപ്സ് ഒക്കെ ഉണ്ട്. ഒരു ഷോപ്പിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു കഫേ ബോട്ട് ഉണ്ട്. റോബോട്ടാണ് ഇവിടെ സെർവ് ചെയ്യുന്ന ബിവറേജസ് ഒക്കെ. ഐസ്ക്രീം, കോഫി ബാർ, അതൊക്കെ റോബോട്ടാണ്. അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഏകദേശം 2 hours സ്പെൻഡ് ചെയ്തു.